കണ്ണൂരിലെ CPM നേതാവായിരുന്ന, അതായത് PP ദിവ്യ, ഞാൻ ആയിരുന്ന എന്ന് പറയാൻ ഇപ്പോൾ അവർ ഒരു ബ്രാഞ്ച് അംഗമാണ്. അപ്പോൾ CPM നേതാവല്ല, CPM പ്രവർത്തക മാത്രമാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഞാനൊരു പ്രയോഗം നടത്തിയത്. കണ്ണൂരിലെ CPM നേതാവായിരുന്ന PP ദിവ്യ ഇതാ CPMനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇനി ഞാൻ ഈ പാർട്ടിയിലേക്കില്ല. കാരണം അവർ പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് ഏറ്റവും ശ്രദ്ധേയമാണ്. എനിക്ക് പാർട്ടിയിൽ ഗോഡ് ഫാദർമാരില്ല. അങ്ങനെ ഗോഡ് ഫാദർമാരില്ലാത്ത എനിക്ക് ഈ പാർട്ടിയിൽ നിൽക്കാൻ വലിയ പാടായിരിക്കും, നിൽക്കാൻ കഴിയില്ല. ഗോഡ് ഫാദർമാരുണ്ടെങ്കിൽ മാത്രമേ ഈ പാർട്ടിയിൽ നിലനിൽക്കാൻ കഴിയൂ എന്ന് PP ദിവ്യ തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നു. ഇത് പറയുമ്പോൾ ഇതേപോലെ CPIയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന CPIയിൽ ഒരു പ്രധാന വനിതാ നേതാവ് ഇതേ അഭിപ്രായം ഒരിക്കൽ പറഞ്ഞിരുന്നു. എനിക്ക് ഗോഡ് ഫാദർമാരില്ല, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ എന്നെ പലപ്പോഴും ചവിട്ടിത്തേക്കാനും എന്നെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഗോഡ് ഫാദർമാർ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ആരും ഒന്നും തൊടില്ലായിരുന്നു എന്ന് അവർ പറഞ്ഞിരുന്നു. ഈ അനുഭവം CPIയിലെ ഒരുപാട് വനിതാ നേതാക്കൾക്കുണ്ട്. അത് CPMലെ വനിതാ നേതാക്കൾക്കുമുണ്ട്. അവർക്കെല്ലാം ഒരുപക്ഷെ നമ്മൾ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല എങ്കിൽ പോലും പാർട്ടി നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്ന വനിതാ നേതാക്കളിൽ 90% പേർക്കും ഗോഡ് ഫാദർമാരെ പാർട്ടിക്കകത്തുണ്ട് എന്നത് പരമാർത്ഥം തന്നെയാണ്. അങ്ങനെ ഗോഡ് ഫാദർമാർ അങ്ങനെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർ പാർട്ടിയിൽ ഇനി എത്ര കാലം പ്രവർത്തിച്ചാലും, കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ആദ്യമായിട്ട് പാർട്ടി പ്രവർത്തനത്തിലേക്ക് ചെറിയ പ്രായത്തിൽ പോലും ഇറങ്ങിയ, 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴതിന് മുമ്പ് നഴ്സറി പഠിക്കുമ്പോഴും ആ പാർട്ടിയുടെ കുട്ടികളുടെ സംഘടനയിൽ പ്രവർത്തിച്ച് വളർന്നു വന്നവരെ പോലും, അതായത് CPIയിൽ ബാലവേദി എന്നുള്ളൊരു ഒരു പ്രസ്ഥാനമുണ്ട്. ആ ബാലവേദിയിൽ തുടങ്ങി അവസാനം കോളേജ് തലത്തിലും യുവജന തലത്തിലും പാർട്ടി തലത്തിലും മഹിളാ തലത്തിലും പ്രവർത്തിച്ച് ഉയർന്നു വന്നവരെ പോലും ഗോഡ് ഫാദർമാരില്ലെങ്കിൽ ചവിട്ടി തേക്കുന്നത് അനുഭവമാണ്. സ്വന്തം അനുഭവമായിട്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. അതാണ് കാണുന്നത്. ഇപ്പം ദിവ്യ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നത് സ്ട്രൈക്കായി തോന്നിയത് ദിവ്യയുടെ ആ പ്രയോഗമാണ്. ഗോഡ് ഫാദർമില്ലാത്തതുകൊണ്ട് എന്നെ ആരും മൈൻഡ് ചെയ്യില്ല, ഞാൻ ഇനി പാർട്ടിയിലേക്ക് ഇനി നേതാവാകാൻ ഞാനില്ല എന്നവർ പറയുന്നു. പാർട്ടി എന്നെ വഞ്ചിച്ചു എന്നാണ് ഇപ്പോൾ ദിവ്യ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞെന്നും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ദിവ്യ പറഞ്ഞിരിക്കുന്നു. അതൊരു TV ചാനൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ആണ് അവർ ഇത് പറഞ്ഞിരിക്കുന്നത്. തന്നെ കറിവേപ്പില പോലെ എടുത്ത് ദൂരെ എറിഞ്ഞിരിക്കുന്നു. തന്നെ ഈ തലേ ദിവസം തനിക്കെതിരെ ഈ നടപടിയെടുക്കാൻ പാടില്ലായിരുന്നു. ഇതുപോലുള്ള ചില ആക്ഷേപങ്ങൾ ഞാൻ വന്നപ്പോൾ ME ഗോവിന്ദന്റെ ഭാര്യ P ശ്യാമളയ്ക്ക് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജെയിംസ് മാത്യുവിന് ലഭിച്ച ആനുകൂല്യം തനിക്ക് ലഭിച്ചില്ല എന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. ME ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയ്ക്ക് ആന്തൂറിലെ ആ വിഷയങ്ങളും ആ ആന്തൂർ സാജന്റെ ആത്മഹത്യയും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ ആന്തൂർ സാജനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഈ ME ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള ആണ്. ആ ശ്യാമളയ്ക്ക് പാർട്ടി എല്ലാ പിന്തുണയും കൊടുത്തു, സംരക്ഷണവും കൊടുത്തു. കാരണം ശ്യാമളയ്ക്ക് ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു, അത് ME ഗോവിന്ദൻ തന്നെയാണ്. പക്ഷെ എനിക്ക്, എൻ്റെ ഭർത്താവ് ഒരു സാധാരണ ആശുപത്രിയിലെ ഒരു ജീവനക്കാരനാണ്, എനിക്ക് ഗോഡ് ഫാദർ ഇല്ല. അപ്പോൾ എനിക്ക് ഗോഡ് ഫാദർ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പാർട്ടിയിൽ എന്നെ സംരക്ഷിച്ചേനെ എന്നാണ് ദിവ്യ പറഞ്ഞിരിക്കുന്നത്. ദിവ്യ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വല്ലാത്ത വിഷയത്തെ തന്നെയാണ്, ഏറ്റവും ഗുരുതരമായ വിഷയമാണ് ഇപ്പോൾ PP ദിവ്യ ഉയർത്തിയിരിക്കുന്നത്. അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമല്ല. ഒരു ദിവ്യ പോയാൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇനി നേതാവാകാനില്ലെന്നും പാർട്ടിയിൽ വിശ്വാസമില്ലെന്നും PP ദിവ്യ വ്യക്തമാക്കുകയും ചെയ്തു. പാർട്ടിയിൽ തനിക്ക് ഗോഡ് ഫാദർ ഇല്ല, ഗോഡ് ഫാദർ ഇല്ലാത്തവർക്ക് പാർട്ടിയിൽ നിലനിൽപ്പില്ലെന്നും ദിവ്യ പ്രതികരിച്ചു. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യ പ്രേരണക്കുറ്റം ചുമത്തപ്പെട്ട റിമാൻഡിൽ കഴിയുന്ന സമയത്താണ് ദിവ്യയെ തരം താഴ്ത്തിയുള്ള പാർട്ടി നടപടി, അതായത് ബ്രാഞ്ചിലേക്ക് മാറ്റിക്കൊള്ളുന്ന നടപടി. ഈ നടപടിയാണ് ദിവ്യ ചോദ്യം ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പാർട്ടിയുടെ തകർച്ചയ്ക്കും ജീർണതയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരം ചവിട്ടി ഒതുക്കലുകളും വെട്ടിനിരത്തലുകളുമാണ്. പാർട്ടി പ്രവർത്തനത്തിൻ്റെ ആ ഒരു ചരിത്രം നോക്കാതെ ഗോഡ് ഫാദർമാരാകാൻ, അല്ലെ ഗോഡ് ഫാദറായി അംഗീകരിക്കപ്പെടാതെ കാര്യങ്ങൾ പച്ചയായി തുറന്നു വരുന്ന വനിതാ നേതാക്കളെ ചവിട്ടി താഴ്ത്തുന്ന രീതി നമ്മൾ പാർട്ടിയിൽ കാണുന്നുണ്ട്. അത് പാർട്ടിയുടെ
ആത്യന്തികമായി പാർട്ടിയുടെ നാശത്തിലേക്കാണ് പോകുന്നത്. ചില നേതാക്കൾക്ക് കുറച്ചു കാലം മന്ത്രിയായും സ്റ്റേറ്റ് കാറിലും കറങ്ങി നടക്കാൻ കഴിയും, പക്ഷേ പാർട്ടി അന്തിമമായി തകർന്നിരിക്കും തീർച്ച.